നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 24-നോ 25-നോ നടപ്പിലാക്കുമെന്ന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ.എ. പോൾ സുപ്രീം കോടതിയിൽ. മോചനവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ അടുത്ത 3 ദിവസത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രം നാഥ് അടങ്ങുന്ന ബെഞ്ചിലാണ് ഇന്ന് ഹർജി സമർപ്പിച്ചത്. നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് കോടതിയെ സമീപിച്ചതെന്നാണ് കെ.എ. പോൾ വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസറായ സുഭാഷ് ചന്ദ്രനും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയത്തിൽ നടത്തുന്ന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. 2017 ജൂലൈ 25-ന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത ശേഷം നടത്തിയ ക്രൂരമായ പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത്. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. അതേസമയം യമൻ പൗരന്റെ കൊലപാതകത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് സനായിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കാളിയാകുന്നു എന്നവകാശപ്പെടുന്ന കെ.എ. പോളിനെതിരെ കേന്ദ്ര സർക്കാർ നടപടികൾ എടുത്തേക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിലെ പണപ്പിരിവിന്റെ പേരിലാണ് ഇത്. ഇയാൾ മോചനത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നതിനെതിരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ കേസ് എടുക്കുന്നതും പരിഗണനയിലുണ്ട്. നിമിഷപ്രിയ കേസിൽ ഇന്ത്യ ഗവൺമെന്റ് നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാമ്പത്തിക സംഭാവനകൾ ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതൊരു വ്യാജ അവകാശവാദമാണെന്നും ഫാക്ട് ചെക്ക് വിഭാഗത്തിന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ട് കെ.എ. പോൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് എക്സ് പോസ്റ്റ്. ഈ പോസ്റ്റിലാകും നിയമ നടപടികൾ എടുക്കുക. സർക്കാരിന്റെ പേരിലെ വ്യാജ പ്രചരണം ഗൗരവത്തോടെ തന്നെ എടുക്കും. എക്സിലൂടെയാണ് സുവിശേഷകനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ ഡോക്ടർ കെ.എ. പോൾ പണപ്പിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് 8.3 കോടി രൂപ ആവശ്യമുണ്ടെന്നും ഇതിനായി ഇന്ത്യൻ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കണമെന്നാണ് പോസ്റ്റർ സഹിതം വ്യാജമായി പ്രചരിപ്പിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് അവകാശപ്പെട്ട് മുമ്പ് കെ.എ. പോൾ വീഡിയോ പങ്കുവച്ചിരുന്നു. ഇന്നലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതോടെ തങ്ങളുടെ ദൗത്യം കഴിഞ്ഞെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിരുന്നു. ഇനി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണെന്നും സർക്കാർ അത് ചെയ്യുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്നതായി അവകാശപ്പെട്ടുകൊണ്ട് ഡോക്ടർ കെ.എ. പോൾ നേരത്തെ തന്നെ രംഗത്ത് വന്നതാണ്. ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമ്പത്തിക സഹായം നൽകണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് അവകാശപ്പെട്ട് കെ.എ. പോൾ വീഡിയോയും പങ്കുവച്ചിരുന്നു. നിമിഷപ്രിയയെ സുരക്ഷിതയായി തിരിച്ചെത്തിക്കാൻ യമനിലേക്ക് സർക്കാരിന്റെ പ്രതിനിധികളെ അയക്കാൻ പ്രധാനമന്ത്രി തയ്യാറെടുക്കുകയാണെന്നും അതിന് നന്ദി പറയുന്നുവെന്നും പോൾ അറിയിച്ചിരുന്നു. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല.